ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല പുലിപ്പേടിയിൽ മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസി നേരിട്ട പുലിയെ കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന് വ്യക്തത വരുത്തുന്നതിന് പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശാന്തൻപാറ പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന രാജാക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാനം മേഖലയിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മമ്മട്ടിക്കാനം കവലയിൽ വെച്ച് പ്രദേശവാസിയായ മൂലംകുഴിയിൽ ഷാജിയുടെ മകൻ പുലിയെ നേരിട്ട് കണ്ടതായും പറയുന്നു. റോഡിന്റെ വശത്തായുള്ള തിട്ടയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടി കടന്നു പോകുകയായിരുന്നു. പുലിയെ കണ്ട് ഭയന്ന ഇയാൾ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. എൻ്റെ മോൻ വീട്ടിൽ നിന്ന് ദീപാവലിയുടെ പടക്കം പൊട്ടിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കയറി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി ഈ വഴിയുണ്ടല്ലോ, ആ വഴിയുടെ കുറേ വിറകുണ്ട്. അപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങി ഒരു ജീവി, ഒരു നല്ല ഹൈറ്റും ഉണ്ട്, വാലിന് നല്ല നീട്ടമുണ്ട്. പടക്കം പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇതിന് നോക്കി പേടിച്ച് പോയി ഇവൻ കണ്ടപ്പോഴല്ലേ. നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അവൻ ശ്രദ്ധിച്ച് ഇതെന്തായി പോകുമെന്ന് അറിയുമ്പോൾ കഴിഞ്ഞപ്പം ഒരു പുലിയുടെ പോലെ തോന്നിക്കുന്ന ഒരു പറയുന്നുണ്ട്. വാലിന് നല്ല നീട്ടം, നല്ല ഹൈറ്റും ഉള്ളതുകൊണ്ട് നോക്കി നിന്ന് ഞങ്ങളുടെ പുറത്ത് ഇങ്ങനെ പോയിട്ട് അത് മുകളിലോട്ട് കയറി പോയി. തുടർന്ന് വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയായിരുന്നു. രാത്രി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് രാവിലെ പൊന്മുടി ഫോറസ്റ്റ് ഓഫീസർ PA ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. ഇവ പരിശോധിക്കാനായി അയച്ചു. ഇന്നലെ രാത്രി 8 മണിയായപ്പോൾ മൂലംകുഴിയിലെ സിനി എന്നയാളുടെ മകൻ ഇവിടെ പടക്കം പൊട്ടിക്കാൻ ഈ റോട്ടിൽ കയറി വന്നു. പെട്ടെന്ന് ഈ കട്ടിംഗ് സൈഡിൽ നിന്ന് ഒരു ജീവി താഴേക്ക് ചാടുകയും അങ്ങോട്ട് പതുക്കെ നടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ പയ്യനെ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് വാലിന് നല്ല നീളവും ഒരുവിധം ഉയരമുള്ള ഒരു ജീവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്യജീവിയുടെ സാന്നിധ്യമാണ്, പട്ടിയല്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. രാവിലെ ഇപ്പോൾ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ജീവനക്കാരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റണമല്ലോ. അതുപോലെ പട്ടിയുടെ കാൽപ്പാടല്ലാത്ത 2 കാൽപ്പാട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വിശദ പരിശോധനയ്ക്ക് അയക്കുന്നതാണ്. 24 മണിക്കൂർ പട്രോളിങ്ങും അതുപോലെ തന്നെ ക്യാമറ ട്രാപ്പ് വെക്കുന്നതാണെന്ന് ദേവികുളം റേഞ്ച് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മാത്രമല്ല, ഇത് അജ്ഞാത ജീവിയാണെങ്കിൽ 1 വർഷം മുമ്പ് ഇവിടെ നരേന്ദ്രൻ പുറക്കുന്നൽ എന്ന ആളുടെ വീട്ടിൽ 2 വീട് ഇപ്പുറയാണ് 2000 കോഴികളെ ലെപ്പേർഡ് കാറ്റ് കൂട്ടിക്കയറി കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇപ്പോൾ തന്നെ എത്തും. ക്യാമറ ട്രാപ്പും അതുപോലെ തന്നെ 24 മണിക്കൂർ പട്രോളിങ്ങും ഏർപ്പെടുത്തുന്നതായിരിക്കും. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷും സ്ഥലത്തെത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തീരുമാനിച്ചു. കാൽപ്പാടുകളെ സംബന്ധിച്ച് വ്യക്തത വന്നതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അധികൃതരും വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.